السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد, നമ്മുടെ ഇന്ന് രണ്ടാമത്തെ പാർട്ട് ചാപ്റ്റർ നമ്പർ 20-ലെ സെക്കൻഡ് പാർട്ട് സാലിസൻ തദ്രീബാത്ത് കിതാബിയ എന്ന് പറയുന്ന ഭാഗമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതില് സാനിയൻ തദ്രീബാത്ത് കിതാബിയ എന്ന് നിങ്ങളിവിടെ കാണാം. ഇതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതില് ഒന്നാമത്തത് ഇവിടെ കാണാം, തദ്രീബ് അൻമാത്ത്. അതായത് ഇതാണ് ഒന്നാമത്തെ തദ്രീബ് അൻമാത്ത്. ഇതിലെ ഈ എക്സസൈസ് ആണ് ഇവിടെ ഹല്ല് ചെയ്തിരിക്കുന്നത്. ഇതാണ് ചോദ്യം, അതിന്റെ ആൻസർ ആണ് ഇവിടെ. അപ്പൊ ഈ ചോദ്യം എന്താണ്? അതായത് ഓറൽ എക്സസൈസിലെ ഇർജ ഇല തദ്രീബ് ഷഫഹി റഖം സാനി ഫി ദർസ് 20 വക്തുബ് 1 2 4 ഫി ദഫ്തരിക്. അതാണ് എഴുതുക. അതായത് ഓറൽ എക്സസൈസ് നമ്മൾ നേരത്തെ കണ്ടതിൽ രണ്ടാമത്തെ എക്സസൈസിലെ 20-ാം ചാപ്റ്ററിലെ രണ്ടാമത്തെ എക്സസൈസിൽ 1, 2, 4 ഇവിടെ രജിസ്റ്ററിൽ എടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതായത് കുല്ലു ഹഉലാഇൽ ലാഇബീന സയൽഅബൂന ഫിൽ മുബാറാത്ത്. കുല്ലു ഹാദിഹിൽ ഉമ്മഹാത്ത് സയജ്തമിഅന ഫിൽ ഹഫൽ. അടുത്ത കുല്ലു ഹാദിഹി താലിബാത്ത് സയദ്റുസ്ന ഫിൽ ജാമിഅ. ഇങ്ങനെ 3 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ അത്താലിബാത്ത്, അൽ ഉമ്മഹാത്ത്, അൽ ലാഇബീൻ. നോക്കൂ, കുല്ലു ഹഉലാഇൽ ലാഇബീന എന്ന് പറയുന്നിടത്ത് ഹഉലാഇൽ ലാഇബീൻ എന്ന് പറയുമ്പോൾ ആദ്യം ഇസ്മ ആണ് വന്നത്, ഫിഅലല്ല വന്നത്. അതുകൊണ്ട് അതായത് യൽഅബു ഈ ഫിഅലല്ല തുടങ്ങിയത്, മറിച്ച് ഈ ഇസ്മ കൊണ്ടാണ് തുടങ്ങിയത്. ഇതുകൊണ്ടാണ് തുടങ്ങിയത്. അതായത് ഈ അല്ലാഇബീൻ എന്നാണ് പറഞ്ഞത്. കുല്ലു ഹഉലാഇൽ ലാഇബീൻ, കുല്ലു ഹഉലാഇൽ ലാഇബീൻ. അപ്പോ ഇത് വന്നത് കൊണ്ട് ഫിഅലില് അതിന്റെ സീഗ നോക്കിയാണ് ജമ്മു മുദക്കർ സയൽഅബൂന എന്നാണ് കൊടുത്തത്, അല്ലാതെ സയൽഅബു എന്നല്ല കൊടുത്തത്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം. നേരത്തെ നമ്മളത് വിശദീകരിച്ചതാണ്. അതുപോലെ അൽ ഉമ്മഹാത്തു കുല്ലു ഹഉലായി. ഇവിടെ ശ്രദ്ധിച്ചു നോക്കൂ, ഹഉലായി എന്ന് തന്നെ പറഞ്ഞു, ഉലായിക്ക് എന്നൊന്നുമല്ല പറഞ്ഞു. അപ്പൊ ഇത് മതിയാവും. അല്ലാഇബീനക്കും അത് മതി, അൽ ഉമ്മഹാത്തിനും അത് മതി. അല്ലാതെ ഇതിപ്പോ ഉമ്മഹാത്ത് ഫെമിനൈൻ ആയതുകൊണ്ട് അതിനെ ഉലായിക്ക എന്നൊന്നും പറയണ്ട, അതും ഹഉലായി തന്നെ. കാരണം ഇത് അടുത്തുള്ള കാര്യത്തെ കാണുക. കുല്ലു ഹഉല, അതായത് ദാലിക്കൽ കിതാബ് എന്നൊന്നും പറഞ്ഞില്ല, എന്നുപോലെ ഒന്നുമല്ല പറഞ്ഞു, ഹഉലായി തന്നെ പറഞ്ഞു. അപ്പൊ നോക്കും, ഇവിടെ എല്ലാം ഹഉലായി. അതുപോലെ എല്ലായിടത്തും കുല്ലു ഹഉലായി, കുല്ലു ഹഉലായി, അല്ലാഇബീൻ, അൽ ഉമ്മഹാത്ത്, അത്താലിബാത്ത്. അപ്പൊ അല്ലാഇബീൻ എന്ന് പറഞ്ഞപ്പോ അത് സയൽഅബൂന എന്നാക്കി. അൽ ഉമ്മഹാത്ത് ആയപ്പോ അത് സയജ്തമിഅന എന്നാക്കി. അത്താലിബാത്ത് എന്ന് പറഞ്ഞപ്പോ സയദ്റുസ്ന എന്നാക്കി. അപ്പൊ അത് കൃത്യമായി എന്റെ സീഗ ഫോളോ ചെയ്യുന്നു എന്നുള്ളതാണ് അതിൽ കാണുന്നത്. അത്രേ അതിലുള്ളൂ. രണ്ടാമത്തെ നോക്ക്, ജദ്വൽ മുലായിമത്ത് കവ്വിൻ അർബ ജുമലിൻ ബിസ്തിഖ്ദാമിൽ കലിമാത്ത് ഫിൽ ജദ്വല്ലാത്തി ലാ തസ്തഖ്ദിമു കലിമാത്ത് ഫിൽ അഅമിദ 2 3 4 അക്സർ മിൻ മർറ. ഈ 2 3 4 എന്ന് പറയുന്നിടത്ത് ഉള്ള ലിസ്റ്റിൽപ്പെട്ട 2 ലിസ്റ്റിൽ കാണാം അത്തിബ അൽ ഹുജ്ജാജ്. രണ്ടാമത്തെ ലിസ്റ്റിൽ അത്തിബ അൽ ഹുജ്ജാജ് അൽ ലാഇബൂൻ അൽ മുജാഹിദൂൻ അൽ ആമിലാത്ത് എന്ന്. അതുപോലെ 3 മിൻ കുല്ലി മസ്ന, മിൻ കുല്ലി മക്കാൻ, മിൻ കുല്ലി മുസ്തഷ്ഫ, മിൻ കുല്ലി നാദിൻ, മിൻ കുല്ലി ബലദിൻ. അതുപോലെ അദാഇ ഫരീളത്തുൽ ഹജ്ജ്, ലിലഅബി മുബാറാത്തുൽ മൂസിം, ലിഇസ്ആഫി റുക്കാബി ത്വാഇറ,
ലിത്തർദി അദുൽ ഇസ്ലാം ലിഅമലി മലാബിസൽ ഈദി. ഇങ്ങനെ കുറെ മോഡലുകളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നോക്കൂ, ഇതില് പറഞ്ഞിരിക്കുന്നത് ഈ 2-ലും ഈ 3-ലും ഈ 4-ലും പെട്ട, അതായത് 2 കഴിഞ്ഞ് ഈ 3 കഴിഞ്ഞ് 4, ഈ 3 കോളത്തിലുള്ള കാരണം ഉള്ളത് ഒന്നിൽ കൂടുതൽ ഉപയോഗിക്കരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി ഇത് എത്ര വേണം ഉപയോഗിക്കാം. അപ്പൊ നോക്കൂ, ജാഅത്ത് ഇങ്ങനെ 2 ഉപയോഗിക്കാവും. അപ്പൊ എന്ത് ചെയ്യുമെന്നുള്ളതാണ്. അതായത് ഇവിടെ അത്തിബാ, ഹജ്ജാജ്, ലായിബുൻ, മുജാഹിദുൻ, അലാമില, ഇതിൽ ഇതിൽ എവിടെയൊക്കെ ഉപയോഗിക്കും, ജാഅത്ത് എവിടെയൊക്കെ ഉപയോഗിക്കും. അപ്പൊ എന്ന കാര്യം മനസ്സിലായല്ലോ. ഇസ്മിന്റെ ഇതിന്റെ സീഗയിൽ ഇതെല്ലാം ജം ആണ്. അത്തിബാ, ഹജ്ജാജ്, ലായിബൂന്, മുജാഹിദൂൻ, അലാമിലാത്ത്, ഇത്രയും സ്ഥലത്ത് ജമ്മിന്റെ സീഗയാണ്. അപ്പോ അവിടെ ആകെ അവിടെ ജാഉ എന്നോ എന്ന് വേണ്ട, ജാഉ എന്നോ എന്ന ആവശ്യമില്ല, ജാ ആ എന്നോ ആവശ്യമില്ല, ജാഅത്ത്, ജാഅത്ത, ജിഇന എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ജാ മതിയാവും. അപ്പൊ ഇതിൽ ഏതൊക്കെ ഏതൊക്കെ യോജിക്കും എന്നുള്ളത്. അപ്പൊ നോക്കൂ, ഈ ജാ എന്ന് പറയുന്നത് ഇത് മൊത്തം സാധനത്തിന് ഉപയോഗിക്കാം. അതായത് ഈ ജാ ഈ ജാ എന്ന് പറയുന്നത് ഇത് ആദ്യത്തെ 4 എണ്ണത്തിന് ഉപയോഗിക്കാം. തിബാ, ഹജ്ജാജ്, ലായിബുൻ, മുജാഹിദ്, ഇതൊക്കെ മുദക്കറാണ്. അപ്പൊ ഇവിടെ ആകെ ശ്രദ്ധിക്കേണ്ടത് മുദക്കർ മുഅന്നസിന്റെ എഗ്രിമെന്റിന്റെ ആവശ്യമേ ഉള്ളൂ എന്നാണ് അർത്ഥം. ഈ ജാഅത്ത് എന്നുള്ളിടത്ത് ഇവിടെ അൽ ആമിലാത്ത് എന്ന് ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ അത് രണ്ടും മനസ്സിലായി, ക്ലിയറായി. ഇനി ഈ മൂന്നാമത്തേല് ഉള്ളത്, മൂന്നാമത്തെ കോളമായിട്ട് യോജിക്കാനുള്ളത് ലോജിക്കൽ റീസണിങ് ആണ് അവിടെ ആവശ്യമുള്ളത്. ജാ അൽ അത്തിബാഉ മിൻ കുല്ലി മസ്നഇൻ മിൻ കുല്ലി മക്കാനിൻ മിൻ കുല്ലി മുസ്തഷ്ഫ മിൻ കുല്ലി നാദ് മിൻ കുല്ലി ബലദ്. ഏതായിരിക്കും? അത്തിബാ എപ്പോഴും മുസ്തഷ്ഫയുമായിട്ട് ബന്ധപ്പെട്ട, ഡോക്ടേഴ്സ് എല്ലാവരും മുസ്തഷ്ഫയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് ജാ അൽ അത്തിബാഉ മിൻ കുല്ലി മുസ്തഷ്ഫ. എന്നിട്ട് ഇവിടെ എന്തായിരിക്കും വരിക? ജാ അൽ അത്തിബാ മിൻ കുല്ലി മുസ്തഷ്ഫ എന്തിനാണ്? ലി അമലി മലാബിസിൽ ഈദ് അല്ല, ലിത്തർദി അദുൽ ഇസ്ലാം അല്ല. അതായത് ഈദിന്റെ വസ്ത്രങ്ങൾ പണിയുന്ന ജോലിയല്ല ഡോക്ടർമാരുടെ, ഇസ്ലാമിന്റെ ശത്രുക്കളെ തുരത്തലല്ല ഡോക്ടർമാരുടെ ജോലി. ലിസാഫ് റുക്കാബി താഇറത്തി, അതാണ് ഫ്ലൈറ്റിലുള്ള യാത്രക്കാരുടെ എമർജൻസി സർവീസിനാണ് ഉപയോഗിക്കുന്നത്. അതാണ് മിൻ കുല്ലി മുസ്തഷ്ഫ ലിസാഫി റുക്കാബി താഇറത്തി. അതാണ്. അപ്പൊ അടുത്തത് എന്തായിരിക്കും? ജാ അൽ ഹുജ്ജാജു, ഹജ്ജാജിമാര് വന്നു, മിൻ കുല്ലി മക്കാനിൻ അല്ലെങ്കിൽ മിൻ കുല്ലി ബലദിൻ, അല്ലെ? മിൻ കുല്ലി മസ്നൻ, എല്ലാ വർക്ക് പ്ലേസിൽ അല്ല ഹജ്ജാജിമാര് വരുന്നത്, മിൻ കുല്ലി മക്കാനോ മിൻ കുല്ലി ബലദോ ആണ്. അത് നോക്കാം. മിൻ കുല്ലി ബലദിൻ, എല്ലാ നാട്ടിൽ നിന്നുമാണ് വരുന്നത്. ജാ അൽ ഹുജ്ജാജ് മിൻ കുല്ലി ബലദിൻ, എന്തിന്? ലി അദാഇ ഫരീളത്തിൽ ഹജ്ജ്, ഹജ്ജിന്റെ ഫർദ് നിർവഹിക്കാൻ. അപ്പൊ ജാ അൽ ഹുജ്ജാജു, ജാ അൽ ഹുജ്ജാജു മിൻ കുല്ലി ബലദിൻ ലി അദാഇ ഫരീളത്തിൽ ഹജ്ജ്. അതാണ് ഒന്ന്. അടുത്തത് എന്താണ്? അതുപോലെ ആദ്യത്തെ എന്താണ്? ജാ അൽ അത്തിബാഉ മിൻ കുല്ലി മുസ്തഷ്ഫ ലി ഇസ്ആഫി റുക്കാബി താഇറത്തി. അതായത് ഫ്ലൈറ്റിൽ അറ്റൻഡ് ചെയ്യാൻ, റുക്കാബി താഇറ, ഫ്ലൈറ്റിലെ യാത്രക്കാരുടെ എമർജൻസി സർവീസിനാണ് ഡോക്ടേഴ്സ് വരുന്നത്. അതാണ് പറഞ്ഞത്. ജാ അൽ ഹുജ്ജാജു മിൻ കുല്ലി ബലദിൻ ലി അദാഇ ഫരീളത്തിൽ ഹജ്ജ്. അടുത്ത ജാ അൽ ലായിബൂന, കളിക്കാരോടെന്നാ പറഞ്ഞ? മിൻ കുല്ലി നാദിൻ, എല്ലാ ക്ലബിൽ നിന്നുമാണ് പറഞ്ഞത്. സ്പോർട്സ് ഐറ്റത്തിന് ക്ലബുകളാണ്. അപ്പൊ ജാ അൽ ലായിബൂന മിൻ കുല്ലി നാദിൻ ലി ലഅബി മുബാറാത്തിൽ മൗസിമി, അതൊരു സീസൺ കളിക്കും, ഓരോ സീസണിലെ കളിക്കും. ലി ലഅബി മുബാറാത്തിൻ, മുബാറാത്തിന് കോമ്പറ്റീഷൻ,
കോമ്പറ്റീഷൻ, അതായത് മത്സരം കളിക്കാൻ വരുന്ന ഇവിടെ മുബാറാത്തിൽ മൗസിം, ഓരോ സീസണൽ കോമ്പറ്റീഷൻ ഗെയിംസിന് വേണ്ടിയാണ് വരുന്നത്. അപ്പൊ ജാ അല്ലായിബൂന മിൻ കുല്ലി നാദിൻ ലിലഅബി മുബാറാത്തിൽ മൗസിമി. അടുത്ത അൽ മുജാഹിദൂന മിൻ കുല്ലി മക്കാനിൻ എല്ലാ ഭാഗത്തുനിന്നും മുജാഹിദുകൾ വരും. എന്തിനാണ്? ലിതർദി അദുവിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ശത്രുക്കളെ തുരത്താൻ. അടുത്തത് ഒരെണ്ണം മാത്രമാണ്, ജാഅത്ത് അൽ ആമിലാത്തു മിൻ കുല്ലി മസ്നൈൻ, പണിക്കാർ എല്ലാ പണിസ്ഥലങ്ങളിൽ നിന്നും, മിൻ കുല്ലി മസ്ന എല്ലാ ഫാക്ടറികളിൽ നിന്നും ജോലിക്കാരികളായ പെണ്ണുങ്ങൾ വരും. എന്തിനാണ്? ലി അമലി മലാബിസിൽ ഈദി, അതായത് പെരുന്നാൾ വസ്ത്രങ്ങൾ തുന്നുന്നതിന് വേണ്ടി. അപ്പൊ ഇതാണ് ആ എക്സസൈസ്. അത് കഴിഞ്ഞ് മൂന്നാമത്തെ എക്സസൈസ് നോക്കൂ. അത് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടോ നോക്കൂ. ജാ അൽ അതിബ്ബാ മിൻ കുല്ലി മുസ്തഷ്ഫ ലിഇസ്ആഫി റുക്കാബി ത്വാഇറ. നോക്കൂ, ജാ അൽ ഹുജ്ജാജ് മിൻ കുല്ലി ബലദിൻ ലിഅദാഇൽ ഫരീളത്തിൽ ഹജ്ജി. ജാ അൽ ലായിബൂന മിൻ കുല്ലി നാദിൻ ലിലഅബി മുബാറാത്തിൽ മൗസിമി. ജാ അൽ മുജാഹിദൂന മിൻ കുല്ലി മക്കാൻ ലിതർദി അദുവൽ ഇസ്ലാമി. ജാഅത്തിൽ ആമിലാത്ത് മിൻ കുല്ലി മസ്നൈൻ ലിഅമലി മലാബിസിൽ ഈദി. അപ്പൊ അത് കഴിഞ്ഞു. അടുത്തത് മൂന്നാമത്തെ ഇവിടെയാണ്, ലാ അസ്തത്തിഉൽ ഖൗൽ ഇന്നി അഹ്ഫദ്. ഇവിടെ ഇത് ഫില്ല് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മിൽഉൽ ഫറാഗ് കുല്ലു ഔ ജമീ ഔ ബഅൽ ഫിൽ മക്കാൻ മുനാസിബ് ഫിൽ ജുംലത്തിൽ ആതി. അതിലെ ഇവിടെയൊക്കെ കുറെ ബ്രാക്കറ്റ്, കുറെ ഡാഷസ്, ഗ്യാപ്പുകൾ കാണാം. ഇവിടെ കുല്ലു എന്ന വാക്ക്, ജമീ എന്ന വാക്ക്, ബഅൽ എന്ന വാക്ക്, ഇതാണ് ഉൾപ്പെടുത്തുന്നത്. അപ്പോ അത് നേരത്തെ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. ഒന്നാമത് ലാ അസ്തത്തിഉൽ ഖൗൽ ഇന്നി അഹ്ഫളു, ഏതാണ്? ജമീഅ അഹാദീസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്, അല്ലെങ്കിൽ ബഅദ, രണ്ടും പറ്റും. മുഴുവൻ ഹദീസുകളും. ലാ അസ്തത്തിഉൽ ഖൗൽ ഇന്നി അഹ്ഫളു ജമീഅ അഹാദീസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെങ്കിൽ ബഅദ അഹാദീസ്, രണ്ടും ശരിയാണ്. കാര്യം അതിന്റെ ലോജിക്കലാണ് അത്. കാരണം എനിക്ക് പറയാൻ കഴിയില്ല, ലാ അസ്തത്തിഉൽ ഖൗൽ എനിക്ക് പറയാൻ കഴിയില്ല, ഇന്നി അഹ്ഫളു എനിക്ക് ഹൃദിസ്ഥമാക്കാൻ കഴിയുമെന്ന് പറയാൻ പറ്റില്ല. ജമീഅ അഹാദീസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഴുവൻ ഹദീസുകളെ എനിക്ക് ഹിഫ്ലാക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ബഅദു ഹദീസ് ചിലതെങ്കിലുമൊക്കെ ഹിഫ്ലാക്കാൻ പറ്റുമെന്നും പറയാൻ പറ്റില്ല. എല്ലാം ചിലതെന്ന് പറഞ്ഞതും പോലും പറയാൻ പറ്റില്ല. ജമിയ എന്നുള്ളതാണ് ലോജിക്കലായിട്ട് പൂർണ്ണമായിട്ട് ശരി. ബഅദ് എല്ലാവർക്കും പറ്റുന്നതാണ്. പക്ഷെ ബഅദും ഇവിടെ ഭാഷാപരമായി തെറ്റില്ല. അപ്പൊ ഇവിടെ ഉപയോഗിക്കേണ്ടത് ജമിഅ ബഅദ എന്നുള്ളതാണ്. ഒന്നാമത്തത് ജമിഅ ബഅദ്, ഇതാണ്. വലാകിന്നി അഹ്ഫളു ജമീ അൽ അഹാദീസ് എന്നാണോ ബഅദ് അൽ അഹാദീസ് എന്നാണോ? അപ്പൊ ഇവിടെ എനിക്കൊരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയതാണ്. ഇതാണ്, ഇവിടെ ഈ ഗ്യാപ്പിൽ ജമീഅ എന്നുള്ളതാണ്. ജമീ അൽ ലാ അഹ്ഫളു ലാ അസ്തതിഉൽ ഖൗൽ ഇന്നി അഹ്ഫളു ജമീഅ അഹാദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലാകിന്നി അഹ്ഫളു ബഅദ. ഞാൻ പറഞ്ഞതിൽ പറ്റിയ തെറ്റാണ്. സാങ്കേതികമായി ശരിയാവും, പക്ഷെ യുക്തിപരമായി ഇതേ ശരിയാവും. അപ്പോ ലാ അസ്തതിഉൽ ഖൗൽ ഇന്നി അഹ്ഫളു ജമീഅ അഹാദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലാകിന്നി അഹ്ഫളു ബഅദുൽ അഹാദീസ്. രണ്ടാമത്തത് അൽ ആശ്റു മിൻ റമളാൻ ഈദുൽ അദ്ഹ ഇൻദ ജമീഇൽ മുസ്ലിമീൻ. റമളാൻ ഈദുൽ അദ്ഹ എന്ന് പറയുന്ന അൽ ആശ്റു മിൻ റമളാൻ ഈദുൽ അദ്ഹ ഇൻദ ജമീഇൽ മുസ്ലിമീൻ, അത് സെന്റൻസ് തെറ്റാണ്, പറഞ്ഞത് തെറ്റിപ്പോയി. അൽ ആശ്റു മിൻ റമളാൻ എന്നുള്ള തെറ്റാണ്. അൽ ആശ്റു മിൻ ദിൽ ഹിജ്ജയാണ്. ഇവിടെ അത് ഈ ക്വസ്റ്റ്യൻ തന്നെ തെറ്റാണ്. അതൊരു മിസ്റ്റേക്കാണ്, അത് പറ്റിയ മിസ്റ്റേക്കാണ്. ഒരിക്കലും പറയാൻ പറ്റില്ല. അൽ ആശ്റു മിൻ റമളാൻ ഒരിക്കലും ഈദുൽ അദ്ഹ അല്ല. ആ ചോദ്യം തെറ്റാണ്. അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക. ഇവിടെ പറയേണ്ടത് അൽ ആശ്റു മിൻ ദിൽ ഹിജ്ജ ഈദുൽ അദ്ഹ ഇൻദ ജമീഇൽ മുസ്ലിമീൻ. അത് ശരിയാണ്. അടുത്ത മൂന്നാമത്തെ എന്താണ്? ജമീഅ. മൂന്നാമത്തെ ജമീഅ തന്നെ. അതായത് ജമീഅ തലാമീദ് മൗജൂദൂന ഫിൽ ഹഫൽ വലൻ തജിദഹും ഫിൽ ഫസ്ൽ.
എല്ലാ വിദ്യാർത്ഥികളെയും നിങ്ങൾ അസംബ്ലിയിൽ കാണാം, വലം തജിദുഹു ഫിൽ ക്ലാസ്സിൽ വരെ കാണാൻ പറ്റില്ല. പൊതുവെ നിങ്ങളെ കുറിച്ച് പറയാനുള്ള ഒരു കാര്യമാണ്. അതായത് ജമിഅ തലാമീദ് മൗജൂദുന ഫിൽ ഹഫൽ, എല്ലാ സെഷനും വലിയ കൂട്ടായ്മകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഗ്യാതറിംഗ് ഒക്കെ ഉണ്ടായ എല്ലാ കുട്ടികളെയും കാണാം, പക്ഷെ ക്ലാസ്സിൽ ആരെയും കാണില്ല. ഇതൊരു പൊതുവായ കാഴ്ച. ഞാൻ ഈ കഷ്ടപ്പെട്ട് ചെയ്യുന്ന വീഡിയോയിൽ ചിലരൊന്നും ഈ വീഡിയോ ഫോളോ ചെയ്യുന്നില്ല. കാര്യം ഞാൻ എക്സസൈസ് തരാത്തതുകൊണ്ടാണ്. സാറ് എക്സസൈസ് തരുന്നതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. ഞാൻ എക്സസൈസ് നിങ്ങളെ ഏൽപ്പിക്കാത്തതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് പൊതുവെ ഉള്ളത്. അപ്പോൾ എക്സസൈസുകൾ മാർക്കിനാണ് പ്രധാനം. പരീക്ഷയ്ക്കുള്ള മാർക്കിനെ കുറിച്ച് നിങ്ങൾക്ക് കൺസേൺ ഇല്ല, ഇന്റേണൽ മാർക്കിനെ കുറിച്ച് മാത്രമേ കൺസേൺ. ഇത് മനസ്സിലാക്കിയാലേ പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ അതിനെക്കുറിച്ച് യാതൊരു. അപ്പൊ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് അത് ചെയ്യാന്നുള്ളത്. അത് ഞാൻ സാന്ദർഭികമായി പറഞ്ഞു മാത്രം. അത്തലാമീദ്, അപ്പൊ ജമിഅ തലാമീദ് മൗജൂദൂന ഫിൽ ഹഫൽ, അതാണ് ജമിഅ തലാമീദ്. ഇതാണ് മൂന്നാമത്തെ. അതാണ് നാലാമത്തെ. നോക്കൂ, നാലാമത്തെ ലാ ഉരീദു അൻ അഅരിഫ കുല്ല ഷൈഇൻ. അവിടെ ജമിഅ ഷൈഇൻ പറ്റൂല, അവിടെ കുല്ല ഷൈഇൻ അനിൽ ഹയാത്ത് ഫി സെനഗൽ വലാകിന്നി അഹ്താജു ഇലാ ബഅദിൽ മഅലൂമാത്ത് അൻ ഹാദിഹിൽ ബിലാദ്. എനിക്ക് എല്ലാ കാര്യവും അറിയണം. ലാ ഉരീദു അൻ അഅരിഫ കുല്ല ഷൈഇൻ അൻ ഹയാത്തി ഫി സെനഗൽ. സെനഗൽ എന്ന രാജ്യത്തിലെ ജീവിത രീതിയെ കുറിച്ച് എല്ലാ കാര്യവും അറിയണമെന്ന് എനിക്കില്ല. വലാകിന്നി അഹ്താജു ഇലാ ബഅദിൽ മഅലൂമാത്ത്, പക്ഷെ എനിക്ക് ചില കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. അൻ ഹാദിഹിൽ ബിലാദ്, ഇതാണ് ആ ചോദ്യത്തിന്റെ ഉത്തരം. അത് കഴിഞ്ഞിട്ട് അടുത്ത മൂന്നാമത്തെ നോക്കൂ, നാലാമത്തെ നോക്കൂ, തൽഖീസ് മുവജ്ജഹ്. അതാണ് തൽഖീസ് മുവജ്ജഹ്. ഇവിടെ ഉത്തരമാണ് കൊടുക്കുന്നത്. അതിന്റെ ചോദ്യം ഇതാണ്. തൽഖീസ് മുവജ്ജഹിന്റെ ചോദ്യം ഇതാണ്. ഉക്തുബ് ഇജാബാത്തുൻ കാമില അനിൽ അസ്ഇലത്തിൽ ആത്തിയ. താഴെ പറയുന്ന ചോദ്യങ്ങൾക്ക് പൂർണ്ണമായ ഉത്തരം എഴുതണം. കവ്വിൻ ഫിഖ്റത്തൻ ലാ തസീദു അൻ 50 കലിമ ബിറബ്ത് ബൈന ഇജാബത്തി. അതായത് ഈ പറയപ്പെട്ട 8 ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ വരുമ്പോൾ ആ ഉത്തരങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത ഒരു ഫിഖ്റ, നിങ്ങൾക്ക് ഒരു പാരഗ്രാഫ് എഴുതാൻ പറ്റും. അപ്പൊ ഒന്ന്, ഇലാ ഐന ബദഅത്തി സയ്യാറാത്ത് തതഹറകു എന്നാണ് ഒന്നാമത്തെ ചോദ്യം. ബദഅത്തി സയ്യാറാത്ത് തതഹറകു ഇലാ അറഫാത്ത് എന്ന് ഉത്തരം. മാദാ യൽബിസുൽ ഹുജ്ജാജ് എന്ന ചോദ്യം, വൽ ഹുജ്ജാജു ബിമലാബിസിൽ ഇഹ്റാമി. അപ്പൊ ഇത് നോക്കൂ, ശ്രദ്ധിക്കണം. നേരത്തെയുള്ള ചാപ്റ്ററുകളിൽ നിങ്ങൾ ആൻസർ നിങ്ങൾക്ക് തരണത്തിനാണ്. യഥാർത്ഥത്തിൽ മാദാ യൽബിസുൽ ഹുജ്ജാജ് എന്നുള്ളതിന് അൽ ഹുജ്ജാജു ബിമലാബിസിൽ ഇഹ്റാം എന്ന് മതി. പക്ഷെ ഈ 2 സെന്റൻസുകളെ തമ്മിൽ ചേർക്കാനുള്ളത് കൊണ്ട് ഇവിടെ വാവ് ചേർത്തിരിക്കുകയാണല്ലോ. അപ്പൊ ഇത് രണ്ട് ഉത്തരങ്ങൾ കൂടെ ചേരുമ്പോ ഒരു സെന്റൻസിന്റെ ഒരു ക്വസ്റ്റ്യനായി. ഇത് 1ഉം 2ഉം. ഇലാ ഐന ബദഅത്തി സയ്യാറാത്ത് തതഹറകു എന്നുള്ളതും മാദാ യൽബിസുൽ ഹുജ്ജാജ് എന്നുള്ളതിന്റെയും കൂടെ ചേർന്നുള്ള ഉത്തരമാണ്. ബദഅത്തി സയ്യാറാത്ത് തതഹറകു ഇലാ അറഫാത്തിൻ വൽ ഹുജ്ജാജു ബിമലാബിസിൽ ഇഹ്റാമി. അതായത് കാറുകൾ അറഫയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോൾ ഹജ്ജാജിമാരെല്ലാം ഇഹ്റാമിന്റെ വസ്ത്രത്തിലായിക്കൊണ്ട് എന്ന് പറയുന്നതാണ് ആ 2 ചോദ്യം. അടുത്ത മൂന്നാമത്തെ, ലിമാദാ ജാ അൽ ഹജ്ജാജ് മിൻ കുല്ലി മകാൻ ഇലാ ഹാദിഹിൽ അർദിൽ മുഖദ്ദസ, പരിശുദ്ധമായ ഭൂമിയിൽ എന്തിനാണ് ഹജ്ജാജിമാര് വന്നത്? വൽ ഹജ്ജാജ് ബിമലാബിസിൽ ഇഹ്റാമിൽ ബൈളാ ജാഊ ലിഅദാഇർ റുക്നിൽ മുഹിമ്മി മിൻ അർക്കാനിൽ ഇസ്ലാം. മൂന്നാമത്തെ, അതായത് ജാഊ ലിമാദാ ജാ അൽ ഹജ്ജാജ് ജാഊ മിൻ കുല്ലി മകാൻ ജാ അൽ ഹജ്ജാജ് മിൻ കുല്ലി മകാൻ ഇലാ ഹാദിഹിൽ അർദിൽ മുഖദ്ദസ ലിഅദാഇ ഫരീളത്തുൽ ഹജ്ജ്. അത്രയും പറയാൻ മാത്രമേ ഉള്ളൂ. പക്ഷേ അതിനെ ഇങ്ങനെ 3 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചേർക്കുമ്പോൾ ഇങ്ങനെ പറയാം. ബദഅത്തി സയ്യാറാത്ത് തതഹറകു ഇലാ അറഫാത്തിൻ വൽ ഹുജ്ജാജു ബിമലാബിസിൽ ഇഹ്റാമിൽ ബൈളാ ജാഊ ലിഅദാഇ ഹാദർ റുക്നിൽ മുഹിമ്മ മിൻ അർക്കാനിൽ ഇസ്ലാം. അത്രയും പറയുമ്പോൾ ഒന്നായി. അപ്പൊ അതിൽ ഇലാ ഐന ബദഅത്തി സയ്യാറാത്ത് എന്നുള്ളതിന്റെ ഉത്തരവുണ്ട്. മാദാ യൽബിസുൽ ഹുജ്ജാജ് എന്നുള്ളതിന്റെ ഉത്തരവുണ്ട്. ലിമാദൽ ഹുജ്ജാജ് മിൻ കുല്ലി മകാൻ ജാ അൽ ഹുജ്ജാജ് മിൻ കുല്ലി മകാൻ ഇലാ ഹാദിഹിൽ അർദിൽ മുഖദ്ദസ എന്നുള്ളതിന്റെ ഉത്തരവുണ്ട്. 3ന്റെ ഉത്തരം കൂടെ പരസ്പരം ചേർക്കണം. ബദഅത്തി സയ്യാറാത്ത് തതഹറകു ഇലാ അറഫാത്തിൻ വൽ ഹുജ്ജാജ് ബിമലാബിസിൽ ഇഹ്റാമിൽ ബൈളാ ജാഊ ലിഅദാഇ ഹാദർ റുക്നിൽ മുഹിമ്മ മിൻ അർക്കാനിൽ ഇസ്ലാം. ഇത്രയും പറഞ്ഞു. അടുത്തതിന് ഒരു വാവ് ഉണ്ട്, ഇവിടെ റബത്ത്. അടുത്ത മത്താ യർജിഉൽ ഹുജ്ജാജ് മിൻ അറഫാത്തിൻ ഇലാ മിന. അടുത്ത ചോദ്യം ഇതാണ്. മത്താ യർജിഉൽ ഹുജ്ജാജ് മിൻ അറഫാത്തിൻ ഇലാ മിന وبعد الغروب سيرجع وبعد الغروب سيرجع بعد الغروب
സയർജുൽ ഹുജ്ജാജ് ഇലാ മിന. അപ്പൊ ഇത് 4 ചോദ്യങ്ങളുടെയും കൂടെ ഉത്തരങ്ങൾ, അതായത് ഈ 4ന്റെയും കൂടെ ഉത്തരം, ഈ 4 ചോദ്യങ്ങളുടെയും കൂടെ ഉത്തരം, ഈ 4 ചോദ്യങ്ങളുടെയും കൂടെ ഉത്തരം ഈ ഇത്ര ഇതുണ്ട്. بدأت السيارات تتحرك إلى عرفات والحجاج بملابس الإحرام البيضاء جاءوا لأداء هذا الركن المهم من أركان الإسلام وبعد الغروب سيرجع الحجاج إلى منى. അടുത്തത് لماذا سيتوقف الحجاج من മുസ്ദലിഫ? മുസ്ദലിഫയിൽ എന്തിനാണ് മുസ്ദലിഫയിൽ എന്തിനാണ് രാത്രി തങ്ങുന്നത്? لماذا سيتوقف الحجاج من മുസ്ദലിഫ وفي طريقهم يستوقفون لمزدلفة لجمع الحصى لرجم الشياط. അതാണ് وفي طريقهم سيتوقفون في മുസ്ദലിഫ. യഥാർത്ഥത്തിൽ കല്ലുകൾ ശേഖരിക്കാൻ വേണ്ടി എന്നല്ല, കല്ലുകൾ ശേഖരിക്കുന്നതിന് മാത്രമല്ല മുസ്ദലിഫയിൽ കഴിയുന്നത്. മുസ്ദലിഫയിൽ രാത്രി കഴിയുക എന്നുള്ളത് ഹജ്ജിന്റെ ഒരു റുക്കനായതുകൊണ്ടാണ്, പ്രധാനപ്പെട്ട കാര്യം. അവിടെ രാത്രി വസിക്കണം എന്നുള്ളതാണ്. അത് മാത്രമല്ല, അന്ന് പഴയകാലത്ത് അതിന് അത്രയും സമയമുള്ളൂ, അങ്ങനെ വേണ്ടി വരും. അത്രയും പരിക്ഷീണമായ യാത്രയാണ്. അറഫയിൽ നിന്ന് ഒരേ അടിക്ക് നേരെ മിനയിലേക്ക് വരാൻ കഴിയില്ല. അപ്പൊ രാത്രിയിൽ മുസ്ദലിഫയിൽ വിശ്രമിക്കേണ്ടി വരും, ക്ഷീണിതമാകുന്നത് കൊണ്ട്. അതാണ് അതിന്റെ ആശയം. അപ്പൊ ഈ 4 ചോദ്യങ്ങൾക്കും കൂടെ 5 ചോദ്യങ്ങളുടെ ഉത്തരം ഇത്രയിലുണ്ട്. 5 ചോദ്യങ്ങൾക്കും കൂടെ ഉള്ള ഉത്തരം ഇവിടെ നമുക്ക് കാണാം. 5 ചോദ്യങ്ങളുടെ ഉത്തരം കൂടെ ഇതിൽ കാണാം. ഈ 5 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ. ഇനി ഐന യർജുമു ശൈത്താൻ ثم يتوجهون ഇലാ മക്ക ബഅദ ദാലിക എന്തിനാണ് ലിജംഇ അൽ ഹസാ ലിറജ്മി ഷയാത്തിൻ. അതിനാണ് മത്ത ഏതാ ലിമാദാ സയതവക്കൽ ഹുജ്ജാജ് മിൻ മുസ്ദലിഫ. ഹുജ്ജാജ്മാർ മുസ്ദലിഫയിൽ തങ്ങുന്നത് ലിജമ്മിൽ ഹസാ ലിറജ്മി ഷൈത്താൻ, ഷൈത്താനെ അറിയാൻ വേണ്ടി, കല്ലുകൾ കളക്ട് ചെയ്യാൻ വേണ്ടിയാണ് എന്നുള്ളതാണ് 5ാമത്തെ ഉത്തരം. അടുത്ത ഐന യർജുമു ഷൈത്താൻ ثم يتوجهون إلى مكة بعد ذلك لطواف الإفاضة എന്നുള്ളടത്ത് അവിടെ പറഞ്ഞില്ല. ലിമാദ യതവജ്ജഹുൽ ഹുജ്ജാജ് ഇലാ മക്ക എന്നുള്ള 7ാമത്തെ ചോദ്യം. ഐന യർജുമു ഷൈത്താൻ എന്നുള്ളത് അതാണ്. അതിന് ഉത്തരം ഇതിൽ കാണുന്നില്ല. യഥാർത്ഥത്തിൽ ഐന റജ്മു ഷൈത്താൻ, റജ്മു ഷൈത്താനി ഇതാണ്. എവിടെയാണ് എഴുതുന്നത്? ഫിൽ ജമറാത്തി. ഐന റജ്മു ഷൈത്താൻ, റജ്മു ഷൈത്താൻ ഫിൽ ജമറാത്ത്. ജംറകളിലാണ്. ജംറത്തുൽ ഉല, ജംറത്തുൽ ഉസ്താ, ജംറത്തുൽ അഖബ. അങ്ങനെയാണ് അതിന്റെ കണക്ക്. ഇനി 8ാമത്തെ ലിമാദ യതവജ്ജഹുൽ ഹുജ്ജാജ് ഇലാ മക്ക ബഅദ ദാലിക ثم يتوجه ഇലാ ദാലിക തവാഫുൽ ഇഫാദ. അതിനാണ് തവാഫുൽ ഇഫാദയ്ക്ക് വേണ്ടിയാണ് ഇങ്ങനെ തവാഫുൽ ഇഫാദയ്ക്ക് തവാഫുൽ ഇഫാദ. ഇതാണ് എന്റെ ഉത്തരം. അവസാനം മത്താ യഹ്തഫിൽ മുസ്ലിമൂന ബി ഈദിൽ അദ്ഹ. പിന്നെ മത്താ യഹ്തഫിൽ മുസ്ലിമൂന ബി ഈദിൽ അദ്ഹ വഫിൽ ആശിരി ബിദിൽ ഹിജ്ജ യഹ്തഫിൽ മുസ്ലിം. ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞില്ല, ചോദ്യത്തിന്റെ മിസ്റ്റേക്ക് ഒന്നും. ഫിൽ ആശിരി ബിദിൽ ഹിജ്ജ, അതാണ് മത്താ യഹ്തഫ്. അപ്പൊ ഇനി ഈ പറയപ്പെട്ട എല്ലാ ചോദ്യങ്ങളും കൂടെ ചേരുമ്പോൾ ഈ 8 ചോദ്യങ്ങളുടെയും കൂടെ ഉത്തരം വരുമ്പോൾ ഏതാണ്ട് 50 വാക്യങ്ങൾ പൂർത്തിയായ ഒരു പാരഗ്രാഫ് നിങ്ങൾക്ക് കിട്ടി. അതിനെ പരസ്പരം ബന്ധിച്ച് ഇതിൽ എല്ലാ ചാപ്റ്ററുകളിലും ഫോളോ ചെയ്തിരുന്ന രീതിയാണ്. ഈ രീതി പരീക്ഷയ്ക്കും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകാം എന്ന് മനസ്സിലാക്കുക. എന്തായാലും ഇതാണ് 4ാമത്തെ ചോദ്യം. 5ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? 5ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. തഅബീർ മുവജ്ജഹ് എഴുതണം. നിങ്ങൾ ഇതൊക്കെ എക്സസൈസ് ആയിട്ട് എഴുതേണ്ട കാര്യമാണ്. താബീർ മുവജ്ജഹ്. തസവ്വുർ മുഹാദസത്ത് ബൈന വബൈന അഹദുൽ ഹുജ്ജാജ്. നിങ്ങൾ സങ്കല്പിക്കുക, നിങ്ങൾ ഒരു ഹജ്ജാജിയും തമ്മിലുള്ള ഒരു കൺവെർസേഷൻ നടത്താണെന്ന് ഉദ്ദേശിക്കുക. ഒന്ന് സങ്കല്പിക്കുക. നന്ദ തസലു വഹു യുജീബ്. നിങ്ങൾ ചോദിക്കുന്ന ആ ഉത്തരം പറയും. അതിന് ഇങ്ങനെയാണെങ്കിൽ ഈ ചോദ്യങ്ങൾക്ക് നിങ്ങൾ എന്ത് ഉത്തരങ്ങൾ നൽകും? നിങ്ങൾ ഇതൊക്കെ ചോദിക്കുന്നു, ഹാജ് ഇങ്ങനെ ഉത്തരം പറയുന്നു. ഇതാണ് ചോദ്യം. എന്തായിരിക്കും ആ ചോദ്യം? കം എന്നേ തന്നിട്ടുള്ളൂ. എന്തായിരിക്കും ചോദ്യം എന്നുള്ളതാണ്. ഹാജി ഉത്തരം എന്താണ്? അഖംതു ഫി മക്ക ഖംസത അയ്യാം. അപ്പൊ എന്തായിരിക്കും ചോദ്യം? അഖംതു ഫി മക്കത ഖംസത അയ്യാം. മക്കയിൽ ഞാൻ 5 ദിവസം ചെലവഴിച്ചു എന്നാണ് ഉത്തരം. അപ്പൊ ചോദ്യം എന്തായിരിക്കും എന്നാണ് ചോദ്യം.
കം യോമൻ അഖംത ഫി മക്ക, നിങ്ങൾ മക്കയിൽ എത്ര ദിവസം താമസിച്ചു എന്നാണ്. അതായത് ഹജ്ജൊക്കെ കഴിഞ്ഞ ഒരാൾ വന്നപ്പോൾ നിങ്ങൾ ഒരു ഹാജിയോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എന്തുത്തരം കിട്ടുന്നതാണ്. അടുത്തത് ഇല ഐന ഡാഷ് ബഅദ ദാലിക തവജ്ജഹ്തു ഇലാ മിന. അവിടെ ചോദ്യം ധരിക്കും ഇലാ ഐന തവജ്ജഹ്ത ബഅദ ദാലിക, അത് കഴിഞ്ഞ് നിങ്ങൾ 5 ദിവസം മക്കയ്ക്ക് കഴിഞ്ഞ ശേഷം പിന്നെ നിങ്ങൾ അങ്ങോട്ട് പോയി എന്നാണ് ചോദ്യം. ഇലാ ഐന തവജ്ജഹ്ത ബഅദ ദാലിക തവജ്ജഹ്തു ഇലാ മിന, പിന്നെ ഞാൻ മിനയിലേക്ക് പോയി എന്നാ പറഞ്ഞത്. അതായത് ഹജ്ജിന് മുമ്പുള്ള ദിവസങ്ങളെ കുറിച്ചാണ് 5 ദിവസത്തെ കുറിച്ച് പറഞ്ഞത്. بعد ذلك إلى أين توجهت بعد ذلك توجهت إلى منى. هل أقمت هناك في منزل അവിടെ നിങ്ങളുടെ താമസിച്ചോ? لا أقمت هناك في خيمة كبيرة, വലിയ ടെന്റിലാണ് താമസിച്ചത്. متى توجهتم للوقوف بعرفة, എപ്പോഴാണ് അറഫയിൽ നിൽക്കാൻ വേണ്ടി നിങ്ങൾ പുറപ്പെട്ടത്? എപ്പോഴാണ് അറഫയ്ക്ക് പുറപ്പെടുന്നത്? في اليوم التاسع من ذي الحجة توجهنا جميعا إلى عرفات. അതായത് ദുൽഹജ്ജ് 9-നാണ് എല്ലാവരും എന്ത് ചെയ്യുന്നത്? അറഫയിലേക്ക് പുറപ്പെടുന്നത്. നിയമപരമായിട്ട് മിനയിൽ നിന്ന് ദുൽഹജ്ജ് 9-ന് രാവിലെ പിന്നെ സുബഹിസ്കാരം സൂര്യോദിക്കുന്നതിന് ശേഷം അറഫയിലേക്ക് പോയാൽ മതി. പക്ഷേ എന്നിട്ട് സൂര്യാസ്തമനത്തിന് ശേഷമാണ് അവിടെ നിന്ന് അറഫയിൽ നിന്ന് മുസ്ദലിഫയിൽ വന്ന് താമസിക്കുകയും പിറ്റേന്ന് രാവിലെ മിനയിലേക്ക് എത്തുകയും ചെയ്യുന്നത്. പക്ഷേ പലപ്പോഴും ഹജ്ജിന്റെ സമയത്തൊക്കെ നേരത്തെയൊക്കെ കൊണ്ടുവിടാറുണ്ട്. അപ്പൊ ഇതാണ് ഒഫിൽ യോമിത്താസ്. മത്താ തഹറക്തും മിൻ അറഫാത്തിൻ, അറഫയിൽ നിന്ന് എപ്പോഴാണ് മൂവ് ചെയ്ത് തുടങ്ങിയത്? തഹറക്നാ മിൻ അറഫാത്തിൻ ബഅദ ഗുറൂബി ശംസ്, സൂര്യാസ്തമനം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അറഫയിൽ നിന്ന് മൂവ് ചെയ്തത്. അടുത്ത് നോക്കൂ, ലിമാദ തവജ്ജഹ്ത ഇലൽ കഅബ ഫി അവ്വലി അയ്യാമിൽ ഈദ്, ഈദിന്റെ ആദ്യ ദിവസങ്ങൾ മക്കയിലേക്ക് പോയ എന്തിനാണ്? തവജ്ജഹ്തു ഇലൽ കഅബ ഫി അയ്യാമി توجهت للكعبة في أول أيام العيد لأطوف طواف الإفاضة. طواف الإفاضة ഇവിടെ തവാഫ് ചെയ്യാൻ വേണ്ടി ലിഅത്തൂഫ, തവാഫ് ചെയ്യാൻ വേണ്ടി ലിഅത്തൂഫ, എനിക്ക് തവാഫ് ചെയ്യാൻ വേണ്ടി തവാഫ് അൽ-ഇഫാദ, തവാഫ് അൽ-ഇഫാദയുടെ തവാഫ് ചെയ്യാൻ വേണ്ടിയാണ് പോയത്. കം യൗമൻ അഖംത ഫി മിന, എത്ര ദിവസം മിനയിൽ താമസിച്ചു? സലാസത്ത അയ്യാം, മിനയിൽ താമസിക്കുന്ന രണ്ടാമത്തെ, അതായത് ആദ്യം മിനയിൽ വരും, അതായത് ദുൽഹജ്ജ് 8-ന് യൗമു തർവിയത്തിൽ മിനയിലെത്തും, ദുൽഹജ്ജ് 9-ന് അറഫയിലേക്ക് പോകും, 9-ന്റെ അന്ന് രാത്രി മുസ്ദലിഫയിൽ താമസിക്കും, 10-ന് രാവിലെ മിനയിലെത്തും. 10, 11, 12 തീയതികളിലാണ്, 10, 11, 12 അല്ലാണ് തീയതികളിലാണ് മിനയിൽ താമസിക്കും. സലാസത്തയ്യാം. 13-ന് മുമ്പേ ആൾക്കാർ ചിലർ 13 പൂർത്തിയാക്കും, ചിലർ 12 രാത്രി തന്നെ മഗ്‌രിബിന് മുമ്പ് തന്നെ അവിടെ നിന്ന് പുറപ്പെടും. അതാണ് എൻ്റെ നിയമം. ഇതാണ് ഈ ചാപ്റ്ററിലുള്ളത്. ഇത് നിങ്ങൾ ഇനി എഴുതി പരിശീലിക്കാനുള്ള കാഫ് എന്ന അക്ഷരം എഴുതേണ്ട ഇങ്ങനെയാണ്. അത് ഒരു വാക്യത്തിന്റെ അവസാനത്തിൽ കാഫ് വരുമ്പോൾ ഹത്തുറുക്ക എഴുതേണ്ട ഇങ്ങനെയാണ്. ഒരു കാഫിന്റെ ആരംഭത്തിൽ എഴുതേണ്ടുന്നത് ഇങ്ങനെയാണ്. ഇതാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. അപ്പൊ അത് ഇപ്പൊ ഇവിടെ എഴുതി കാണിക്കാൻ നിവൃത്തിയില്ല, ഞാൻ വേറെ സംവിധാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് എഴുതി കാണിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് അത് നോക്കുക. കാഫും കാഫ് എഴുതേണ്ടുന്ന രീതി ഇതാണ്. അതോടുകൂടി ഈ ചാപ്റ്ററോട് അവസാനിക്കുകയാണ്. നമ്മൾ ഇനി അടുത്തത് ദർസ് അൽ ഹാദി വൽ ഇശ്റൂൻ ജൗലത്തുൻ ഫിൽ മംലക്കത്തുൽ അറബിയ്യ സഊദിയ എന്നുള്ളതാണ്. അത് അടുത്ത ക്ലാസ് എടുക്കുക ഇൻഷാ അല്ലാഹ്. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.